ട്രെയിനിൻ്റെ സൈറൻ മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപക്ഷെ ട്രെയിൻ പുറപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ സാങ്കേതികമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉടൻ ഇപ്പോൾ ട്രെയിൻ പുറപ്പെടും, നിങ്ങൾക്കതിപ്പോൾ തന്നെ കാണാമല്ലോ എന്നാണ്. സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചു കഴിഞ്ഞു, ഇനി അവസാനഘട്ട പരിശോധനയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥർ പരസ്പരം ഈ പരിശോധനയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഒരിക്കൽ കൂടി പോവുകയാണ് മോത്തി ചേച്ചി. സൈറൺ ഒക്കെ മുഴക്കിയിട്ടുണ്ട്, പക്ഷേ യാത്ര 10 മിനിറ്റിൽ തുടരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ അരമണിക്കൂറായി, ഇതുവരെ യാത്ര തുടർന്നിട്ടില്ല. അതിവേഗം സ്ഥലത്തെത്തേണ്ടവരൊക്കെ ആയിരിക്കും സ്വാഭാവികമായും വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്യുന്നത്. എല്ലാവരെയും വലയ്ക്കുന്ന ഒരു അവസ്ഥയല്ലേ? വാഹനം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ യാത്രക്കാരൊക്കെ കയ്യടിയോടുകൂടിയാണ് യാത്ര തുടരുന്നത്. കാരണം അത്രയധികം വെയിറ്റ് ചെയ്തു. യാത്രക്കാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിൻ ഇതാ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യ എന്നോട് സംസാരിക്കുന്ന സമയത്ത് വലിയ ആശങ്കയായിരുന്നു ഈ അനിശ്ചിതത്വം ഉണ്ടാക്കിയത്. പക്ഷെ അതിനൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന സന്തോഷവും മറച്ചു വെക്കുന്നില്ല. തീർച്ചയായും ആശങ്ക മാറ്റിക്കൊണ്ട് വന്ദേ ഭാരത് നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. 3 മണിക്കൂറിലധികം വൈകിയാണ് വന്ദേ ഭാരത് ഓടുന്നത്. ഷൊർണൂരിൽ യന്ത്ര തകരാറിനെ തുടർന്ന് 3 മണിക്കൂറിലധികമാണ് ട്രെയിൻ പിടിച്ചിട്ടിരുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും യാത്രക്കാർക്ക് ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ട് വിമാനത്താവളത്തിലേക്കൊക്കെ പോകേണ്ടവർക്ക് വേണ്ടിയിട്ട് അങ്കമാലിയിലും ഒരു പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, ഒടുവിൽ 3 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം വന്ദേ ഭാരത് നീങ്ങി തുടങ്ങി. തീർച്ചയായും, അതായത് 3 മണിക്കൂറിലധികം സമയമെടുത്തു എന്ന് തന്നെ പറയാം. 3 മണിക്കൂറിലധികം നീണ്ട സമയത്തിനൊടുവിൽ ഇപ്പോൾ ഈ ട്രെയിൻ മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി തന്നെ ഈ പ്ലാറ്റ്ഫോം വിടുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രെയിൻ നീങ്ങി തുടങ്ങി. ഇപ്പോൾ അതായത് ആളുകൾ കൃത്യസമയത്ത് ഒരു സ്ഥലത്തെത്തുന്നതിന് വേണ്ടി വന്ദേ ഭാരത് സ്വീകരിച്ചവർക്ക് ഇതൊരു തരത്തിലൊരു തിരിച്ചടിയായി. കാരണം അവർ പ്രതീക്ഷിച്ച ഒരു സമയത്തെത്തിയില്ല. ഏറ്റവും കൂടുതൽ ആധുനിക സംവിധാനങ്ങളുള്ള ഒരു ട്രെയിനാണ് വന്ദേ ഭാരത്. ഓട്ടോമാറ്റിക് ഡോർ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വഴിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്ദേ ഭാരതിന് വന്നു എന്നുള്ളതാണ്. അതിനുശേഷം സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏകദേശം ഒരു 5:30ക്കാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എത്താറ്. അതാണ് നോർമൽ ടൈം. പക്ഷേ എത്തുമ്പോൾ ഒരു 5:45 ആകും. ഇന്ന് 5:45 ഇവിടെ എത്തിയതിനു ശേഷം ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മുന്നോട്ട് പോയി ഏകദേശം ഒരു 100 മീറ്റർ നീങ്ങുന്നതിന് മുൻപ് തന്നെ ട്രെയിൻ തകരാറിലാകുന്ന അവസ്ഥ വന്നു. അതിൻ്റെ സാങ്കേതിക പ്രശ്നം മൂലം ട്രെയിൻ നിന്ന് പോകുന്ന അവസ്ഥ വന്നു. അതിനുശേഷം അങ്ങനെ നിന്ന് പോയി ആ ട്രെയിനുള്ളിൽ തന്നെ സാങ്കേതിക വിദഗ്ധരുണ്ട്. അവർ ഈ പലതും പരിശോധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സാങ്കേതിക വിദഗ്ധർ ഈ ട്രെയിനുള്ളിൽ തന്നെയുണ്ട്. അവർ ആദ്യഘട്ടത്തിൽ ഇതൊരു പരിശോധന നടത്താൻ ശ്രമിച്ചു. അതിൽ ബാറ്ററിയിൽ വന്ന തകരാറാണെന്നാണ് ആദ്യഘട്ടത്തിൽ ലഭ്യമായ വിവരം. പക്ഷേ അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു. കൂടുതൽ വിദഗ്ധ പരിശോധനകളൊക്കെ അതിന് ആവശ്യമായി വന്നു. അങ്ങനെ വന്നപ്പോൾ ഇനി അടുത്ത വഴി എന്താണെന്നുള്ളതാണ് ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത. ഇത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഇതിൻ്റെ ഡോറുകൾ ഓപ്പൺ ആവുക. അത് ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിനാണ്. അപ്പോൾ ഡോറുകൾ ഓപ്പൺ ആകാത്ത സ്ഥിതി വന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ മോത്തി ഉണ്ടായിരുന്നു. മോത്തി പറഞ്ഞത് ആദ്യഘട്ടത്തിൽ AC അടക്കം ഓഫ് ആവുന്ന ഒരു സ്ഥിതി വന്നു. പിന്നീട് അത് പരിഹരിച്ചു, AC അടക്കം ലഭിച്ചു, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആശങ്ക വന്നു. അതിനുശേഷം ഈ പരിഹരിക്കാൻ വേണ്ടി ട്രെയിൻ മറ്റൊരു എഞ്ചിൻ ഉപയോഗിച്ച് വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച സംവിധാനങ്ങളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിൽ തന്നെ ബോഗി മറ്റും അവൈലബിൾ ആയിരുന്നു. അതനുസരിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി മറ്റ് തകരാറുകൾ പരിഹരിക്കാൻ ഉള്ള ശ്രമവും അതിന് സമാന്തരമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. എഞ്ചിൻ വീണ്ടും മുൻഭാഗത്തേക്ക് എത്തി യാത്ര പുനരാരംഭിക്കുകയാണ് ചെയ്തത്. യാത്രക്കാർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് വന്ദേ ഭാരത് യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. 3 മണിക്കൂറിലധികമാണ് യന്ത്ര തകരാറിനെ തുടർന്ന് ഷൊർണൂരിൽ വന്ദേ ഭാരത് പിടിച്ചിട്ടിരുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് യാത്ര പുനരാരംഭിച്ചു. യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമായിട്ടുണ്ടാകും. ഗോകുൽ VS ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.